അറ്റ്ലസ് ഒരുക്കുന്നു കുട്ടികൾക്കായി കിടിലൻ ഓഫറുകൾ. സ്കൂൾ ബാഗുകൾ വാറന്റിയോടുകൂടി മാത്രം. 10 സ്കൂൾ കുട്ടികൾക്ക് നറുക്കെടുപ്പിലൂടെ 10 ടാറ്റ ന്യൂട്രോൺ സൈക്കിളുകൾ സമ്മാനമായി നേടാം. ഇനി കുട്ടികൾ മാസായി ക്ലാസ്സിലേക്ക്. അറ്റ്ലസ് ഫാഷൻ. മഴ പെയ്താൽ വെള്ളം നിറയുന്ന പൂക്കോട്ടുംപാടം പാറയ്ക്കപ്പാടം റോഡിനാൽ ദുരിതത്തിലായി യാത്രക്കാരും കച്ചവടക്കാരും. വെള്ളത്തിന് കൃത്യമായി ഒഴുകിപ്പോവാൻ സംവിധാനമില്ലാത്തതാണ് വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണം. പൂക്കോട്ടുംപാടം നിലമ്പൂർ മലയോര ഹൈവേയുടെ നിർമ്മാണം കഴിഞ്ഞതോടെയാണ് ഈ പ്രശ്നത്തിന് തുടക്കമായത്. ഹൈവേക്കായി റോഡ് ഉയർത്തിയതോടെ പൂക്കോട്ടുംപാടം പാറയ്ക്കപ്പാടം റോഡിലെ വെള്ളത്തിന് മെയിൻ അഴുക്കുചാലിലേക്ക് ഒഴുകിപ്പോവാനുള്ള വഴി അടഞ്ഞു. കൂടാതെ ഈ റോഡ് മെയിൻ റോഡിൽ നിന്ന് വളരെ താഴ്ന്നുമാണ് നിൽക്കുന്നത്. ഒപ്പം തന്നെ ഡ്രെയിനേജുകളെല്ലാം അടഞ്ഞുപോയിട്ടുണ്ട്. ഈ കാരണങ്ങളെല്ലാം കൊണ്ടാണ് മഴ പെയ്താൽ ഈ പാതയിൽ വലിയ തോതിലുള്ള വെള്ളക്കെട്ടിന് കാരണമാവുന്നത്. കഴിഞ്ഞ ഭരണസമിതി ഈ റോഡ് വീതി കൂട്ടി പുതിയ അഴുക്കുചാൽ നിർമ്മിച്ച് വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ മുന്നോട്ട് വന്നിരുന്നെങ്കിലും ചില കെട്ടിട സ്ഥലം വിട്ടു നൽകാനാവില്ലെന്ന നിലപാടെടുത്തതോടെ പ്രവൃത്തി നടത്താൻ കഴിയാതെ വന്നു. ഇതോടെ വില്ലത്ത് ക്ഷേത്രം മുതൽ പാറയ്ക്കപ്പാടം പാലമല റോഡ് വരെയുള്ള നൂറുകണക്കിന് കുടുംബങ്ങളും വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാനെത്തുന്ന തൊഴിലാളികളും വ്യാപാരികളും ഉൾപ്പെടെ ഒട്ടനേകം ജനങ്ങളാണ് ദുരിതം സഹിക്കേണ്ടി വരുന്നത്. കഴിഞ്ഞ മഴക്കാലത്തും സമാന രീതിയിൽ പ്രതിസന്ധി ഉണ്ടായിരുന്നു. എന്നാൽ ഈ മഴക്കാലത്തിന് മുന്നോടിയായി അധികൃതർ താൽക്കാലിക പരിഹാരമെങ്കിലും കണ്ടിരുന്നെങ്കിൽ ഇത്തവണയും ഈ ദുരിതം സഹിക്കേണ്ടി വരില്ലായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. വിദ്യാർത്ഥികളും കാൽനടയാത്രക്കാരും മുട്ടോളം വരുന്ന വെള്ളക്കെട്ടിലൂടെ വേണം സഞ്ചരിക്കാൻ. ചില കടകളിലേക്കും വെള്ളം കയറുന്ന സ്ഥിതിയുണ്ട്. കെട്ടിട ഉടമകളും അധികൃതരും പരസ്പരം ധാരണയിലെത്തി പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രതിഷേധ പരിപാടിക്ക് ഒരുങ്ങുകയാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം.